വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് സവാളയുണ്ട്, പേസ്റ്റുണ്ട്, വിനാഗിരിയുണ്ട്. അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം മതി പേസ്റ്റ്. നല്ലോണം ഒന്ന് വെള്ളമായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മൾ പഞ്ചസാര ഇടുന്ന കുപ്പിയുടെ മുകളിൽ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ഉറുമ്പ് വരുന്നത് അവിടെയൊന്നും ഉറുമ്പിൻ്റെ ശല്യം കാണത്തില്ല. അപ്പോൾ ഞാൻ 2 മൂടിക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്രമാത്രം അളവിൽ നമ്മൾ ചെയ്യുന്നോ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ സവാള ഇടാതെ തന്നെ ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് നമ്മൾ തുരുമ്പിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് തേച്ച് കഴുകിയെടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. വെട്ടി തിളങ്ങുകയും ചെയ്യും കത്തിയൊക്കെ. അപ്പോൾ ഞാൻ സവാള ചേർത്തിട്ടില്ല, വെറും പേസ്റ്റും വിനാഗിരിയും വെള്ളവും മാത്രമാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കണം. കണ്ടോ കത്രിക ഞാനത് ചെയ്ത് കാണിച്ചതാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയും കൂടെ ഇടുമ്പോഴത്തേനാണ് നമുക്ക് പല്ലി ശല്യം, അതേപോലെ തന്നെ ഉറുമ്പ്, പാറ്റ, ഇപ്പോൾ ഈ ശല്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അതുമാത്രമല്ല ഈ ഒരു വെള്ളം നമ്മളൊരു ചെറിയ ടിന്നിനകത്താക്കി ഫ്രിഡ്ജിലോ അതെല്ലാം നമുക്ക് ബാത്റൂമിലോ എവിടെയൊക്കെയാണോ ബാഡ് സ്മെൽ ഉള്ളത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലെല്ലാം മാറ്റി എടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഹോളിട്ട് ചെറിയൊരു ഡപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ മീൻ വറുക്കുന്നതും അതേപോലെ ഇറച്ചിയൊക്കെ കറിയൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ മാറണമെങ്കിലും ഇതേപോലെ കിച്ചണിൽ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇതേപോലത്തെ ടിന്നിലൊക്കെ ആക്കിയിട്ട് അതേപോലെ അല്ലെങ്കിൽ ഒരു കിണ്ണത്തിലാക്കിയിട്ടാണ് നമുക്ക് ഫ്രീസറിൽ ഇതേപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയൊക്കെ വെച്ച് കൊടുക്കാം, ഡോറിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. ഇതേപോലെ ഐസ് കവറിൽ ഐസ് വെള്ളം ആക്കിയിട്ടും ഇതുപോലെ താഴോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഫ്രിഡ്ജ് തുറന്നിട്ടാലും ആ തണുപ്പ് അതിനകത്ത് നിൽക്കും. അപ്പം ഈ ഒരു ഇത് മുക്കിയിട്ട് തന്നെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഉറുമ്പ് കണ്ടോ. അപ്പം ശർക്കര കമന്നിട്ട് ഭാഗത്ത് ഉറുമ്പ് കയറിയതാണ് ഫ്രിഡ്ജിൽ സൈഡ് ഡോറിൽ കൂടെ കണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് തുടച്ചു കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യം എല്ലാം ഒഴിവാക്കി കിട്ടും. അതേപോലെ ഫ്രിഡ്ജ് 4 ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതേപോലെ ഉറുമ്പ് ശല്യം, പാറ്റ ശല്യം, പല്ലി ശല്യം ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തെല്ലാം നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചായ വെച്ചാൽ പോലും ഉറുമ്പ് കയറത്തില്ല. അത്ര നല്ലൊരു പവറാണ്. ഇനിയിപ്പോൾ ഇതിനേക്കാളും നല്ലൊരു പവറുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത സ്പ്രേക്കാളും നല്ലൊരു പവറാണ് ഇതിന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോപ്പ് പൊടി, ഇത് രണ്ടുമാണ് സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല പവറെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രേ നമ്മൾ എവിടെയൊക്കെയാണോ ഒഴിക്കുന്നത് ആ സ്ഥലത്തൊന്നും ചെതലിൻ്റെ ഒരു അംശം പോലും കാണത്തില്ല. കാരണം ചെതൽ പോലും പോകും ഈ ഒരു സ്പ്രേ ഒഴിച്ചു കൊടുത്താൽ. ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഉറുമ്പുള്ളത് ആ ഭാഗത്തെല്ലാം ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല്, കാരണം പേസ്റ്റ്, അതേപോലെ തന്നെ വിനാഗിരി, അതേപോലെ സോപ്പ് പൊടി, അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണോ കണ്ടോ ഉറുമ്പ് എഴുതുന്നുണ്ടോ, അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും. ആ ഭാഗത്ത് കണ്ടോ ചിതൽ വരുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക.